ചിരിച്ചോണ്ട് ഒറ്റ കുത്തു. എനിക്ക് വയ്യ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, നമ്മളൊരു വാക്സിനേഷൻ എടുക്കാൻ പോകുന്നതാണ് ഇന്നത്തെ വ്ലോഗ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വാക്സിനേഷനും. സോ എനിക്ക് ഇത് പുതിയ സ്ഥലമായിരുന്നു, എനിക്കങ്ങനെ അറിയത്തില്ല. ഇതിൻ്റെ ബെത്രീബ് ആർട്സ് എന്ന് പറയും, അവിടെ ആയിരുന്നു. സോ എനിക്ക് പോകുന്ന വഴിയോ അല്ലെ അഡ്രസ്സോ ഒന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഭയങ്കര ലേറ്റായിട്ടുമാണ് ചെന്നത്. ലൈക്ക് 5 മണിക്ക് ക്ലോസ് ചെയ്യും. നമ്മൾ എത്തിയത് 48 ആയപ്പോഴായിരുന്നു. നമ്മളിവിടെ ചെന്നു. ആദ്യം ചെന്ന സ്ഥലം മാറിപ്പോയി. സോ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പിന്നെയും നടക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് അടച്ചില്ലായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ആണ്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നമ്മൾക്ക് ഇവിടെ വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഹൗസ് വൈസ് എന്ന് പറയും, അതായത് ഒരു കാർഡ്. അപ്പോൾ അതുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പക്ഷേ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ സാധനം ഇല്ല. എനിക്ക് ആദ്യം മനസ്സിലായില്ല അതെന്ത് സാധനമാണെന്നുള്ള എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ പുതിയ ഒരെണ്ണം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി തന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം കുറച്ച് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നേരെ എന്നെ അകത്തോട്ട് വിളിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ എനിക്കൊരു നല്ല ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എനിക്ക് നല്ല പേടിയായിരുന്നു. ബട്ട് ഇതും അത്രയും വേസ്റ്റ് അല്ല, ബട്ട് ഓക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ 2 കൈക്കും ഓരോ ഇഞ്ചക്ഷൻ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് പുള്ളിക്കാരി വരുന്നത് ഭയങ്കര ചിരിയായിരുന്നു. അതിനൊന്നും സാരമില്ല, ഇന്നിനും സ്പോട്ടൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാണിംഗ് ഒക്കെ തന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ എന്നാൽ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയുമ്പോൾ പിന്നെയും വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. 2 കൈയിലും കുത്തി. ആദ്യത്തേതിൽ അറിഞ്ഞതേ ഇല്ല, ചെറുതായിട്ട് പൊടിക്കാനായിട്ട്. രണ്ടാമത്തെ നല്ല വേദന ഉണ്ടെങ്കിൽ 2 കൈക്ക് നല്ല വേദന. അവരോട് പറയുന്നു ടീഷർട്ട് ജാക്കറ്റ് മാറ്റണമെന്ന് പറഞ്ഞിട്ട് വലിയ ഉടുപ്പാണെങ്കിൽ മാറ്റി. ഞാനിത് ഊരിപ്പോൾ പുള്ളിക്കാരോട് വെച്ചു അപ്പോൾ അറിഞ്ഞോണ്ട് ചെറിയ ടീഷർട്ട് ഇട്ട് വന്നാലേ എന്നിട്ട് പറഞ്ഞ് ചിരിച്ചോണ്ട് ഒറ്റ കുത്തു. എനിക്ക് വയ്യ. എടുത്തു കഴിഞ്ഞു. നല്ല വേദന ഉണ്ട് 2 കൈക്കും. അപ്പം ആ വേദന മാറ്റാൻ വേണ്ടി എനിക്കൊരു ഐസ്ക്രീമും കഴിക്കണം. പിന്നെ എനിക്കൊരു ഷൂ നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം നമ്മൾ ഷൂ മേടിക്കാനും കൂടി മേടിക്കാനല്ല, ജസ്റ്റ് നോക്കി നല്ല ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് മാളിലോട്ട് പോകാം. അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഷൂ കിട്ടാത്തതിനെ തുടർന്ന് നേരെ നമ്മൾ റോസ്മാനിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ ഫേസ് മാസ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ മേടിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പുതിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ട്രൈ ചെയ്യും. അപ്പോഴാണ് ഞാൻ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ സാധനം കണ്ടത്. പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ അല്ലാതെ ലിപ്സ്റ്റിക്കും അറിയാലോ, പെൺകുട്ടികളാകുമ്പം അങ്ങനെ ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് കൗഫ്ലാൻഡിൽ പോകണമായിരുന്നു. കുറച്ച് എന്താ പറയുക കട്ട് ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനം. പിന്നെ ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷേക്ക് അടിക്കാൻ വേണ്ടി പഴവും ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്ത്. ആ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ ക്യൂ എന്നിട്ട് പോലും അവർ വേറെ കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങളൊരു വലിയ ക്യൂവിനകത്തായിരുന്നു. ഡൈസ്മനി ഒന്നും വാങ്ങിച്ചില്ല, ഷൂ ഒന്നും നല്ലതൊന്നും ഞാൻ കണ്ടില്ല. സോ വൈകിട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഇന്നലത്തെ വാക്സിനേഷൻ്റെ എഫക്റ്റ് നാളെയാണല്ലോ, നാളെ അറിയാം എന്താവുമെന്ന്. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.